കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഐശ്വര്യം എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു സമരവുമായി രംഗത്ത് വരുന്നത് പോലും നാം കണ്ടിട്ടില്ല. നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും അവസാനം ആശാവർക്കർമാരുമായുള്ള പ്രശ്നത്തിൽ പോലും ഈ പ്രതിപക്ഷത്തെ കാണാനില്ല. എന്തായാലും അവസാന ഘട്ടത്തിലെങ്കിലും കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ കൊല്ലത്തും പത്തനംതിട്ടയിലെല്ലാം വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രയോഗം നടന്നിട്ടുണ്ട്. അതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇനി മുഖ്യമന്ത്രിയെ വഴിയിൽ തടയുകയും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള വലിയ സമരങ്ങൾ ഇനി കാണാൻ കഴിയുമോ? അല്ല, ഈ കരിങ്കൊടി അത് സമരം മാത്രം നടത്തിയിട്ട് എന്ത് കാര്യമാണ്? അതാ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ഇവരവിടെ കിടന്ന് ബഹളം വെച്ച് കാറിൻ്റെ മുമ്പിലോട്ട് ചാടാൻ തുടങ്ങുന്നു, പോലീസുകാർ പിടിക്കുന്നു, ഈ കൊടി ഇങ്ങനെ ഉയർന്നു, തീർന്നു. ഇത്രയേ ഉള്ളൂ, അത് വെച്ച് തീരും. അല്ലാതെ ഒരു മുഴുവൻ സമയം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ആശാവർക്കർമാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 2 മാസം പിന്നിടുകയാണ്. 25,000-ത്തിലധികം ആശാവർക്കർമാരുള്ള ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു, മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളൊക്കെ മുടങ്ങുകയാണ് ആശാവർക്കർമാർ സമരത്തിൽ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായിട്ട് പ്രതിപക്ഷത്തിന് മുമ്പോട്ട് വരാം. എന്താ ഇവർ ഒരു ദിവസം ഇവരോടൊപ്പം ഇരുന്ന് സമരം ചെയ്യാത്ത എന്താ? ഇപ്പോൾ പത്തനംതിട്ടയിലോ കൊല്ലത്തോ ഒക്കെ വെച്ചാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. ഇതൊക്കെ ആരും ചെയ്യുന്ന ഒരു സാധാരണ ഒരു രീതി മാത്രമാണ്. പിന്നെ പിണറായി വിജയന് കരിങ്കൊടി കാണിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് കറുപ്പ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് അത് വലിയ വാർത്തയിൽ ഇടം നേടും. അല്ലെങ്കിൽ എന്തോ ഇതൊന്നുമില്ല. എത്ര നേരത്തെ പിന്നെ ഈ കതറിട്ട് നടക്കുന്നവന്മാർക്ക് എത്ര നേരത്തെ ജോലി മാത്രമാണ്? ഒരു വണ്ടി ആ കാറൊന്ന് കടന്നു പോകുന്നിടം വരെ മാത്രമല്ലേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പം ശക്തമായ പ്രതിപക്ഷമല്ലാതായി തീർന്നിരിക്കുന്നു കോൺഗ്രസ്സുകാരെന്ന്. ഇപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പ്രതിപക്ഷമാണ് പിണറായിയുടെ എല്ലാ നേട്ടത്തിൻ്റെയും കാരണക്കാർ എന്ന് പറയുന്നത്. എത്ര വിഷയങ്ങൾ വന്നു എന്നുള്ളതാണ് ഇവരുടെ അടുക്കലേക്ക്. ആ വിഷയങ്ങളൊന്നും തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തിന്? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു കാലത്തെങ്കിലും ഈ വിഷയങ്ങൾ എടുക്കാൻ കഴിയുമല്ലോ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. എന്തിന്? നമ്മളെപ്പോഴും പറയുന്നതാണ് ക്ഷേമ. പക്ഷേ ഇവർ സമരം ചെയ്യില്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇടപെടില്ല. എന്നിട്ടും അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനം എത്തുമെന്ന് പറഞ്ഞ് തമ്മിലടി നടക്കുന്നുണ്ടല്ലോ. അത് ഇവർക്ക് എന്താണെന്നറിയാമോ? ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പം ആ വിരുദ്ധ വികാരത്തിൻ്റെ മുഴുവൻ റിസൾട്ട് കിട്ടാൻ പോകുന്നത് ഞങ്ങൾക്കാണ്, UDFനാണെന്ന് അവരുടെ കണക്കുകൂട്ടൽ. കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണല്ലോ. ഒന്ന്, ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയിട്ടുള്ളത് മുൻകാലങ്ങളിലൊക്കെ 2016 മുമ്പ് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് UDF ആണ്. പക്ഷേ ഇപ്പോൾ നോക്കണം, ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കേരളത്തിൽ BJP ഉണ്ടാക്കുന്ന ഒരു സ്പേസ് അത് വളരെ വലുതാണ്. ഈ കുറേയധികം വോട്ട് അവരിങ്ങനെ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, വോട്ട് വിഹിതം. ആ വർധനവ് എവിടെ നിന്നാണ് ചോരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ CPM അതിനിടയ്ക്കൂടെ കയറി ജയിച്ചു പോകുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ ഇനി ഹാട്രിക് അടിച്ചാൽ അതിനിപ്പോൾ കുറ്റം പറയേണ്ട കാര്യമില്ല. പിണറായി വിജയൻ്റെ മഹത്വം കൊണ്ടല്ല, UDFൻ്റെ വോട്ട് ആര് കൊണ്ടുപോയി? ഇവർ BJP കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ BJP ഇവിടെ സ്പേസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇവർക്ക് 2 പേരോടും ഇവർക്ക് പൊരുതേണ്ടിയിരിക്കുകയാണ്. ഈ 2 പേരോടും പൊരുതെങ്കിൽ മാത്രമേ UDFന് അധ്വാനം കൂടുക എന്നല്ല, കൂടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇനി അധികാരത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇനി ഇത്തവണ അധികാരത്തിൽ ഇവർക്ക് വരാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പറ്റില്ലെന്നുണ്ടെങ്കിൽ വലിയ ഗുരുതരമാണ് ഇവരുടെ കാര്യം. UDF ശിഥിലമാകും, ഇല്ലാതായി പോകും. ഈ ഘടകകക്ഷികളൊക്കെ ആരെങ്കിലും. അതോടൊപ്പം തന്നെ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെല്ലാം കണ്ടതാണ് LDFന്റെ വലിയ സമരങ്ങൾ, സോളർ സമരവും ബാർ സമരവും അടക്കമുള്ള 1 ഡസനിലധികം സമരങ്ങൾ നാം പലതവണയായി കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിനേക്കാൾ അഴിമതി ഉള്ളപ്പോൾ സ്വന്തം മകൾക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പോലും ആരോപണം ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും നേതാക്കൾ തെരുവിലിറങ്ങി ഒരു മുദ്രാവാക്യം പോലും വിളിക്കാത്തത്? ഈ സോളാർ കേസ് ആർക്ക് എന്താ കുഴപ്പമുണ്ടാക്കിയത് അല്ലേ? സർക്കാരിൻ്റെ പണം ആരെങ്കിലും അത് അടിച്ചുകൊണ്ട് പോയോ? ഇല്ല. ഈ 2021 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം വന്നിട്ടുള്ള എത്ര സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പിണറായി വിജയനെതിരെ.
മകൾക്ക്, കുടുംബത്തിനെതിരെ, പാർട്ടിക്കെതിരെ, പാർട്ടിയുടെ ഈ ഒരുതരം ഹുങ്ക് സ്വഭാവം, മുഖ്യമന്ത്രിയുടെ ഒരുതരം ധാർഷ്ട്യം, ജനങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ, ഇതിത്രയും അത്തരത്തിലുള്ള ചില അഴിമതി കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, അഴിമതി എന്ന് പറഞ്ഞാൽ മുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നെ സ്വർണ്ണക്കടത്ത്, മാസപ്പടി, അങ്ങനെ വിവാദങ്ങളുടെ മേൽ വിവാദങ്ങളുമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. സ്വപ്ന പുറത്ത് കൊണ്ടുവന്ന പല കാര്യങ്ങളും, അതുപോലെ തന്നെ PV അൻവർ കൊണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങളും, PV അൻവർ ഇപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഇനി ഇതൊന്നും കൂടാതെ തന്നെ മറ്റ് ജനകീയ പ്രശ്നങ്ങൾ നമ്മൾ ക്ഷേമ പെൻഷന്, സപ്ലൈകോയിലെ സാധനങ്ങളുടെ ദൗർലഭ്യം, മറ്റ് PSC നിയമനം, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഈ ആശാവർക്കർമാരുടെ സമരം, ആശാവർക്കർമാർ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് PSC അംഗങ്ങളുടെ പിന്നെ ശമ്പള വർധനവ് കൊടുക്കുന്നത്. ഇതൊക്കെ സർക്കാരിന് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കടം കയറി നിൽക്കുകയാണ്. ആ അവസരത്തിലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ 9ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ധൂർത്ത് നടത്തുന്നു. ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് ക്ഷേമ പെൻഷൻ പിന്നെ കുടിശ്ശിക കിടക്കുന്നുണ്ട്. ഇവരെ LDFിൻ്റെ പ്രകടന പത്രികയിൽ അവസാനം പറഞ്ഞിട്ടുള്ളത് ക്ഷേമ പെൻഷൻ 2500 ആക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 1600 മറ്റുമല്ലേ. 1600 മാസം തോറും കൊടുക്കാനുള്ളത് 3 മാസത്തെ കുടിശ്ശിക കിടക്കുകയാണ്. അപ്പോൾ ഇവർ കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും ആലോചിക്കേണ്ടത് 2 തെരഞ്ഞെടുപ്പല്ലേ മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്കിലും ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തനം മുമ്പോട്ട് പോകണ്ടേ. തിരുവനന്തപുരം കോർപ്പറേഷനിലാണെങ്കിൽ ഇവർക്ക് ഇത്തവണ നോക്കിക്കോ മേൽവിലാസം ഉണ്ടാകത്തില്ല. UDFന് ഭരണം പിന്നെ BJP അല്ലെങ്കിൽ CPMലേക്ക് തന്നെ പോകും. ഇവർക്ക് അഡ്രസ് ഉണ്ടാകത്തില്ല. ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ അതേ സ്ഥിതി തന്നെ ഇവിടെ നഗരസഭയിലും ഇവർക്കുണ്ടാകുമെന്ന്. അത് ആ പ്രദേശങ്ങളിൽ മഹാരാഷ്ട്രയിലെ ഹരിയാനയിലും ഡൽഹിയിലായാലും പരാജയപ്പെടുമ്പോൾ അവരുടെ തന്ത്രമുണ്ടല്ലോ അവസാന ഘട്ടത്തിൽ വോട്ടിംഗ് യന്ത്രത്തെ കുറ്റപ്പെടുത്തുക. ആ തന്ത്രം ഇനി കേരളത്തിലും പരീക്ഷിക്കുന്നു. അതായിരിക്കും അവർ നടത്താൻ പോകുന്നത്. ഇവർക്കൊരു ഗതിയുമില്ലാതെ നിൽക്കുകയല്ലേ. ദേശീയ തലത്തിൽ ആകെ കൂടെ കാര്യങ്ങൾ പരിങ്ങലിൽ പോവുകയാണ്. എന്നിട്ട് ആകെ നടത്തുന്ന പ്രതിഷേധം മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പോകുമ്പം ഒരു കറുത്ത കൊടി എടുത്ത് ഉയർത്തുക മാത്രമാണ് ചെയ്യുന്നത്. അവിടെ കൊണ്ട് തീരുന്നില്ല. അതല്ലല്ലോ യഥാർത്ഥ പ്രതിഷേധം. അത് വേറൊരു തരത്തിലൊരു പ്രാദേശികമായിട്ട് അവിടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം മാത്രമാണ്. അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? എത്ര കോടിക്കണക്കിന് രൂപ പിണറായി വിജയൻ സർക്കാർ പൊടിപൊടിച്ചില്ലേ. ഇപ്പം നവകേരള സദസ്സെന്നും പറഞ്ഞുള്ള യാത്രയൊക്കെ കോടികളല്ലേ അതിനു വേണ്ടി ചെലവഴിച്ചത്. ഇപ്പോൾ തന്നെ ഈ 9 വർഷം പിന്നിടുന്നതിൻ്റെ ആഘോഷത്തിന് വേണ്ടി കോടികളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവർക്കറിയാമെന്ന് ഇവരെന്തുകൊണ്ട് പിന്നെ മിണ്ടാതിരിക്കുന്നു? ഇതൊക്കെ കൃത്യമായിട്ട് പൊളിച്ചടക്കിക്കൊണ്ട് വന്നിട്ട് ഇവർക്ക് സെക്രട്ടേറിയറ്റ് നടയിൽ വന്നിരിക്കാൻ ഇവർക്ക് കഴിയത്തില്ലല്ലോ. രമേശ് ചെന്നിത്തലയ്ക്കായാലും VD സതീശനായാലും ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രതിഷേധത്തോടുകൂടി വന്നിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് LDF CPM പ്രതിപക്ഷത്തിരിക്കണമായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ ഈ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തിട്ടുണ്ട്. അതാണ് പിന്നെ ഇപ്പം നോക്കിയ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ മുഴുവൻ വളഞ്ഞ് ഉമ്മൻചാണ്ടി സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ചില്ലേ. അപ്പോൾ അത്തരത്തിൽ അത് വളരെ തന്ത്രപൂർവ്വം അവർ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ജനത്തിന് അത് മനസ്സിലായി. ഈ അന്ന് CPM-ഉം LDF-ഉം കാണിച്ച ഈ സമരങ്ങളൊക്കെ തന്നെ വെറും പാഴായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പ്രയോജനവും ഇല്ലാത്ത തരത്തിലുള്ള സമരമാണ്. അത് അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ. അല്ലാതെ സാധാരണ മനുഷ്യൻ്റെ സാമ്പത്തിക സാമൂഹിക കാര്യങ്ങൾക്കൊന്നും പ്രയോജനപ്പെട്ടിട്ടുള്ളതല്ല എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.